ഇത് മിലൻ ലാസ്റ്റ് വാണിംഗ് ആണ്. കഴിഞ്ഞ മാസം മിലൻ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല. സാറിന് ഇതിൽ പറഞ്ഞുകൊണ്ടാണ് വേണ്ടത്. പിന്നെ നമ്മുടെ ഹെഡ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഒരു മാസം കൂടെ നോക്കാൻ നോക്കുന്നത്. നിനക്കും കിഴങ്ങൊക്കെ പറയത്തില്ലാത്തോ നീ US ക്ലയന്റിനെ കൊണ്ടുവന്നേന്ന്? ഞാൻ പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല വർഷേ. ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ എല്ലാവരും എന്നോട് ഒരു നികൃഷ്ട ജീവനെ കാണുന്ന പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എടി എങ്കിൽ നിനക്ക് അപ്പൊ തന്നെ പോയി നിന്റെ ഹെഡിനോട് സംസാരിച്ചാൽ പോരായിരുന്നോ? എക്സ്പ്രഷൻ തരേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും പറയാം, ഇത് എൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഒരു ജൂനിയർ എംപ്ലോയി ഇത്രയും വലിയ ക്ലയൻറ്റിനെ കൊണ്ടുവന്നു മാനേജ്മെൻറ്റ് അറിഞ്ഞാൽ അതെനിക്കല്ലേ നാണക്കേട്. പക്ഷെ എൻ്റെ പേരിലാകുമ്പോൾ എനിക്ക് പ്രൊമോഷൻ പെട്ടെന്ന് കിട്ടും. മിലൻ ഇപ്പോൾ എന്താ, ഞാൻ ഒരു മാസം കൂടെ ജോലി എക്സ്റ്റെൻഡ് ചെയ്ത് തന്നില്ല. മിലൻ വിചാരിച്ചാൽ ഇനിയും നല്ല ക്ലയൻറ്റിനെ കിട്ടും. മിലൻ ചെല്ലും, ഒരു മാസമേ ഉള്ളൂ കേട്ടോ. ഇട്ടാളാ പോട്ടെ, നമുക്കിപ്പോൾ പോയി സൂപ്പർ ചിക്കൻ കറി ഉണ്ടാക്കാം. മില, ആ ഒരു മിനിറ്റ്. അല്ല, ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കരുത്. എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുക. ഓഫീസിലെ പല കഥകളും ഞാൻ കേട്ടു, പക്ഷെ ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മിലിനോട് ഞാൻ നേരിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചത്. ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്ത മിലിന് എങ്ങനെ ഒരു മാസം കൊണ്ട് ജോലി നീട്ടി കിട്ടിയത്? ഗൗതം വിചാരിക്കുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ. ആ രാഹുൽ ശരിക്കും ഞാൻ കൊണ്ടുവന്ന ക്ലയൻറ്റിനെ തട്ടിയെടുത്തത്. അയാളുടെ ഒരു ഔദാര്യം. ഈ ഒരു മാസം എന്ന് പറയുന്നത് ഞാൻ ഡിസേർവ് ചെയ്യുന്നതല്ല. അയാളുടെ കള്ളത്തരങ്ങൾ ഞാൻ പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ എനിക്ക് തന്നതായി എക്സ്റ്റൻഷൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല. അയാൾ ഞാൻ തമ്മിൽ ഒന്നുമില്ല. എന്നിട്ട് എല്ലാവരും മുമ്പിൽ കിടന്ന് അയാളുടെ ഒന്നും അറിയാത്ത പോലത്തെ ഒരു അഭിനയം. അപ്പം നിങ്ങൾ തമ്മിലൊന്നും ഇല്ലല്ലേ? കുഴപ്പമില്ല മില, ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മെല്ലെ കൂടെ ഉണ്ട്. ശരി ഗൗതം, താങ്ക് യു. അല്ലെങ്കിൽ മിലന് മാത്രം എന്താ എത്ര പ്രത്യേകത? ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തവരെ പറഞ്ഞു വിട്ടിട്ടുള്ള പതിവല്ലേ ഇവിടെയുള്ളൂ. അതെന്താണെന്നറിയോ, ആ രാഹുൽ സാറും മിലനും തമ്മിൽ വേറെ എന്തോ സെറ്റപ്പാണ്. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ലേ ചേച്ചി. ഞാൻ കൊണ്ടുവന്ന ക്ലയന്റിനെ അയാളുടെ പേരിലാക്കി മാറ്റിയത്. എന്നിട്ട് അയാളുടെ ഒരു സൗജന്യം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ റിസൈൻ ലെറ്റർ. ഇങ്ങനെ കാഴ്ചക്കാരായി മാത്രം ഇരുന്നാൽ മതി. ഇനി വെറും കാഴ്ചക്കാരായി മാത്രം ഒതുങ്ങേണ്ട, നിങ്ങൾക്കും കഥയുടെ ഭാഗമാണ്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം കഥാപാത്രങ്ങൾ എന്ത് ചെയ്യണം, കഥ എങ്ങോട്ട് പോകണമെന്ന്. കൂടാതെ കഥാകഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എക്സൈറ്റിംഗ് ഗെയിംസുകൾ. സോ ഇപ്പോൾ തന്നെ AVF ഡൗൺലോഡ് ചെയ്യൂ ആൻഡ് സ്റ്റാർട്ട് ബിൽഡിംഗ് യുവർ സ്റ്റോറീസ്.